ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പറയാനൊരാൾ വേണം, കേൾക്കാനൊരാൾ വേണം, പറയാനുള്ള ഉപകരണം വേണം, മാധ്യമമായിട്ടുള്ള ഭാഷ വേണം. ഇതൊക്കെ മനസ്സിന്റെ തലം തൊട്ട് ഇങ്ങോട്ടേ ഉള്ളൂ. പരമാത്മാവിന്റെ തലത്തിൽ നോക്കുമ്പോൾ അത്യന്ത സ്ഥൂലമാണ് മനസ്സ്. നമ്മുടെ ഈ തരത്തിൽ നോക്കുമ്പോഴേക്കും മനസ്സ് വളരെ സൂക്ഷ്മമാണ്. ശരീരം ഓപ്പറേറ്റ് ചെയ്ത് നോക്കിക്കാലും മനസ്സിനെ കണ്ടെടുത്താൻ പറ്റില്ല, അത്ര സൂക്ഷ്മമാണ്. പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും മനസ്സ് വളരെ സ്ഥൂലമാണ്. മനസ്സ് അങ്ങോട്ട് ചെല്ലില്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. അതാണ് ആ തലം. വാക്ക് മനസ്സിനോടൊപ്പം എത്തിപ്പെടാൻ കഴിയാതെ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിട്ട് പരാജിതനായിട്ട് തിരിച്ചു വരുന്നിടാണത്. അതുകൊണ്ട് അവിടെ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഇവിടെ നിന്ന് നമ്മൾ പറയും. പക്ഷെ മനസ്സിന്റെ തലം കിടക്കുമ്പോൾ അതിനൊന്നും അർത്ഥമില്ല. അതെല്ലാം അനുഭൂതിയാണ്. പിന്നെ നേരിട്ടുള്ള അനുഭൂതിയാണ്. പഞ്ചസാരയുടെ മാധുര്യം, മധുരം മധുരം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ആ മധുരം ഏത് പ്രകാരത്തിലുള്ള മധുരമാണെന്ന് പറയാൻ പറ്റുമോ? ശർക്കരയുടെ മധുരവും പഞ്ചസാരയുടെ മധുരം രണ്ടു മധുരമാണ്. കൽക്കണ്ടത്തിന്റെ മധുരവും മധുരമാണ്. പക്ഷേ ആ മധുരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വാക്കുകൊണ്ട് വർണ്ണിച്ച് ഏൽപ്പിക്കാൻ പറ്റുമോ? കാരണം ആ മധുരം എന്നുള്ള അനുഭവം അതിനേക്കാൾ ഉള്ളിലാണ് നിൽക്കുന്നേ. അതുകൊണ്ട് അത് വാക്കുകൾക്ക് വിധേയമല്ല. മധുരം എന്ന് നമുക്ക് സ്ഥൂലമായി പറയാം. ആ മാധുര്യങ്ങളുടെ വ്യത്യാസം പറയാൻ പറ്റില്ല. അതാണ് അത് വർണ്ണ്യമല്ല, വർണ്ണനീയമല്ല, വർണ്ണിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോ അതിനേക്കാൾ ഏറെ മധുരമധുരമായിരിക്കുന്ന ആ പരമാത്മാനുഭവം എങ്ങനെ പറയാൻ പറ്റും? അതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, ഈ അരുന്ധതി ദർശന ന്യായത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഈ മഹാവാക്യങ്ങളൊക്കെ പ്രയോജനപ്പെടുക. അരുന്ധതി ദർശന ന്യായം, ന്യായങ്ങളുടെ കൂട്ടത്തിൽ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണത്. അരുന്ധതിയെ കാണിക്കുക. ഇപ്പോഴും പല ആളുകളുടെയും വിവാഹത്തിൽ അതൊരു ചടങ്ങാണ്, അരുന്ധതിയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. വിശേഷിച്ചും ബ്രാഹ്മണരുടെ വിവാഹത്തില് അരുന്ധതിയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. അരുന്ധതി നക്ഷത്രം ആകാശത്തില് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേക്കും അരുന്ധതി എങ്ങനെ കാണിക്കും? ആ കൂട്ടത്തിലുള്ള വളരെ ചെറിയൊരു നക്ഷത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നും ചെറുതായിട്ടൊന്നും മിന്നും, അത്രയേ ഉള്ളൂ. വളരെ ചെറുതായിട്ട് സൂക്ഷിച്ചു നോക്കിയിരിക്കണം. എങ്ങനെയാ ഇത്രയും നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് നമുക്ക് അതിനെ കണ്ടെത്താൻ കഴിയുക? അപ്പൊ അറിയുന്നയാള് അത് അറിഞ്ഞുകൂടാത്ത ആളിന് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ? അതാ ആ മരക്കൊമ്പിലേക്ക് നോക്കൂ, ഈ മരത്തിന്റെ ഇങ്ങോട്ടുള്ള ഈ കൊമ്പിലേക്ക് നോക്കൂ. അരുന്ധതിയെ കാണിക്കാണ് മരത്തിന്റെ കൊമ്പ് കാണിച്ചിട്ട്. മരത്തിന്റെ കൊമ്പിലേക്ക് നോക്കൂ, എന്നിട്ട് അതിലേ നേരെ ആകാശത്തോട്ട് നോക്കൂ. അപ്പോഴേക്കും അവിടെ ഇങ്ങനെ രണ്ടെന്ന് എഴുതിയതുപോലെ 7 നക്ഷത്രങ്ങൾ ഇങ്ങനെ അകലെ അകലെയായിട്ട് കാണാം. അതിലെ ആ കാണുന്ന നക്ഷത്രമാണ് വസിഷ്ഠൻ. ആ വസിഷ്ഠനെ കാണിക്കും. എന്നിട്ട് ആ വസിഷ്ഠന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ശ്രദ്ധിച്ചു നോക്കി നിൽക്കാൻ പറയും. ഇടയ്ക്ക് കുറെ നേരത്തിനുള്ളിൽ പെണ്ണുന്നതാണ്. അങ്ങനെയാണ് അരുന്ധതിയെ കാണിക്കുക. അപ്പൊ അരുന്ധതിയെ കാണിക്കാൻ വേണ്ടിയിട്ട് മരത്തെ കാണിച്ച്, മരക്കൊമ്പിനെ കാണിച്ച്, പിന്നെ ആ സപ്തർഷികളെ കാണിച്ച്, ആ കൂട്ടത്തിൽ വസിഷ്ഠനെ കാണിച്ച് ഇങ്ങനെ പോകണം. അതേ പ്രകാരത്തിൽ ആ പരമാത്മാവിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മഹാവാക്യങ്ങൾ അരുന്ധതി ദർശന ന്യായത്തിലാണ് കാണിച്ചു തരുന്നത്. അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇവരെല്ലാം പോകും. അരുന്ധതിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പോയി, ഈ മരവും മരക്കൊമ്പും ഒക്കെ പോയി, അതൊക്കെ വിസ്മൃതിയിലായി. ഇതിനൊന്നും പിന്നെ പ്രസക്തിയില്ല. പ്രസക്തമായിട്ടുള്ള അരുന്ധതി മാത്രം.
അതുപോലെ ആ പ്രത്യക്ഷമായ അനുഭവം കിട്ടിക്കഴിയുമ്പോഴേക്കും സഹായകമായി നിൽക്കുന്ന ഈ വാക്യങ്ങൾ ഒക്കെ അപ്രസക്തമായി തീരുന്നു. അത് അവിടെ എത്തുന്നില്ല. അത് അതിനിപ്പുറം വെച്ച് തന്നെ അരുന്ധതി ദർശന ന്യായത്തിൽ ആ പരമാത്മാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിങ്ങനെ ലയിച്ചു. അങ്ങനെ നമുക്ക് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ, നാം തന്നെയായ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ വളരെ സ്പഷ്ടമായിട്ട് കാണിച്ചു തരുന്നു. ആ നിർഗുണ നിരാകാര ബ്രഹ്മം അദ്ദേഹമാണ് പുരുഷോത്തമൻ. ആ പുരുഷോത്തമനെ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ 15-ാമത്തെ അധ്യായം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. തം യഹ വേദ, തം അതിനെ, ആ പ്രപഞ്ചത്തെ, ആദ്യം പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അരുന്ധതി ദർശന ന്യായം തന്നെ ആദ്യം മരക്കൊമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യം പ്രപഞ്ചത്തെ കാണിച്ചു തരാൻ. നമുക്ക് അതാണല്ലോ പരിചയമായിട്ടുള്ളത്. അതിനല്ലേ നമുക്ക് കാണാൻ പറ്റൂ. മനസ്സിന് വിധേയമല്ലാത്തതായ പരമാത്മാവിനെ നമുക്ക് ആദ്യമേ സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് പരിചിതമായിരിക്കുന്ന ആ പ്രപഞ്ചത്തെ കാണിച്ചു തരാം. അതൊരു പ്രത്യേക രീതിയിലാണ് കാണിച്ചു തരുന്നത്. എല്ലാം ഒന്നായി നിൽക്കുന്ന രൂപത്തിൽ. കാരണം ഈ ഒരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു കഴിഞ്ഞു. സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാം വേറെ 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 ആയിട്ട്, അകലങ്ങളിലായിട്ട്, പരസ്പര ബന്ധമില്ലാത്തതായിട്ട് ഒക്കെയാണ് നമ്മൾ ധരിച്ചു വെക്കുക. പരസ്പര വിരോധികളായിട്ട്, നശിപ്പിക്കാൻ നിൽക്കുന്നവരായിട്ട് ഒക്കെയാണ് നമ്മൾ ധരിച്ചു വെക്കുക. അവിടുന്നെല്ലാം നമ്മെ വളരെയേറെ ഉയർത്തി ആത്മതത്വത്തിൽ കൊണ്ടെത്തിച്ച് ഇതെല്ലാം ഒന്നാണ് എന്ന് കാണിച്ചു തന്നു വിശ്വരൂപ ദർശനത്തില്. ആ വിശ്വരൂപത്തെ ഇതാ നമ്മെ വിശ്വരൂപത്തിനും അപ്പുറത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഉപകരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാം. ഒരു അരയാലായി നമുക്ക് പരിചയമുള്ള വൃക്ഷമാണ് ഈ പ്രപഞ്ചം. ഒരു അരയാലാണ്. ഈ പ്രപഞ്ചത്തെ ആരാണോ ഈ പ്രകാരത്തില് വേദ മനസ്സിലാക്കുന്നത്, സവേദവിത്, അവനാണ് വേദത്തെ അറിഞ്ഞവൻ. അറിയേണ്ടത് അറിഞ്ഞവൻ, പരമാത്മാവിനെ അറിഞ്ഞവൻ. എങ്ങനെയാ ഈ പ്രപഞ്ചത്തെ അറിയേണ്ടത്? ഊർധ്വമൂലമധഃശാഖം. ഈ അശ്വത്ഥത്തിന്, അശ്വത്ഥം അത് ഒരിക്കലും ഇല്ലാതാവൂല. ദീർഘകാലം അനാദി അനന്തം പോലെ അങ്ങനെ നിലനിൽക്കുന്ന മഹാവൃക്ഷമാണത്. അനേകം പ്രത്യേകതകളുണ്ട്. അതൊക്കെ കൊണ്ടാണ് അശുദ്ധം എന്ന് തന്നെ പേര് വരുന്നത്. അങ്ങനെയുള്ളതായ അശുദ്ധ വൃക്ഷമാണ്. പക്ഷെ ഈ വൃക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിൽ സകല വൃക്ഷങ്ങളും ഭൂമിയിൽ വേര് വ്യാപിപ്പിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ അല്ലാതുള്ളൊരു വൃക്ഷവും ഭൂമിയിൽ നമ്മൾ കാണില്ല. ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത, ഈ അരയാലിന്റെ പ്രത്യേകത, ഇതിന്റെ വേര് മുകളിലോട്ടാണ്. ഊർധ്വമൂലം, വേര് മുകളിലോട്ട്. അധഃശാഖം, അതിന്റെ ശാഖകൾ താഴോട്ട്. ഇത് കേൾക്കുമ്പോ തന്നെ ഒരു പഠിതാവിന്റെ ശ്രദ്ധ അവിടെ ഉറയ്ക്കും, അത്ഭുതപ്പെടും. ഇത് കേൾക്കുമ്പോ ഇങ്ങനെ ഒരു മരത്തെക്കുറിച്ച്, അശുദ്ധത്തെക്കുറിച്ച്, എത്രയോ അശുദ്ധങ്ങളെ കാണുന്നു. പണ്ടാണെങ്കിൽ നമ്മുടെ ഈ നഗരത്തിനകത്ത് തന്നെ എത്ര അശുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നഗരവൽക്കരണം വർദ്ധിച്ചു വന്നപ്പോ അശുദ്ധങ്ങൾ അധികവും ഇങ്ങനെ മറഞ്ഞുപോയി. എങ്കിലും അശുദ്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള അശുദ്ധങ്ങൾ പരിചയിച്ച ഒരു വിദ്യാർത്ഥിക്ക്, പഠിതാവിന് ഇത് കേൾക്കുമ്പോഴേക്കും അത്ഭുതം തോന്നും. എപ്പോഴും പഠിപ്പിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ടെക്നിക്കാണ്. ഭഗവാൻ ഏറ്റവും വലിയ അധ്യാപകനാണ്. പഠിപ്പിക്കുമ്പോഴുള്ള ടെക്നിക്ക് ഇതാണ്, ഒരു പ്രധാന ടെക്നിക്ക്. തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥിയുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കും. അതിനു വേണ്ടിയിട്ട് ഉള്ള തന്ത്രം ഒരു അധ്യാപകൻ, സമർത്ഥനായ അധ്യാപകൻ ചെയ്യും. ഏത് വിഷയമായാലും ശരി, ഇന്ന വിഷയം എന്നില്ല. ഏത് വിഷയമായാലും ശരി, അത് പഠിപ്പിക്കാൻ തുടങ്ങുന്നിടത്ത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്താൻ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചിരിക്കും. ഇവിടെ എങ്ങനെ ഒരു ടെക്നിക്ക് കൂടിയാണ്, അതും കൂടിയാണ്.
ഊർധ്വമൂലം അവിടെ തന്നെയാ തുടക്കം. വേര് മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങും. അശുദ്ധം എന്ന് പോലും പറഞ്ഞില്ല. വേര് മുകളിലോട്ട് എങ്ങോട്ടോ എങ്ങനെയാ പോവാ? അവിടെ തന്നെ മനസ്സ് ഉടക്കി നിൽക്കും. ഊർധ്വമൂലം അധശാഖം, ശാഖകളെല്ലാം നേരെ താഴേക്ക്. ഇങ്ങനെ ഉള്ളതായ ഒരു അശ്വത്ഥം. അശ്വത്ഥം പ്രാഹുരവ്യയം, യാതൊരു മാറ്റവും ഇല്ലാത്ത, യാതൊരു അഴിവുമില്ലാത്ത, ഇല്ലാതാക്കാത്തതായ അശുദ്ധമാണ് ഈ പ്രപഞ്ചം എന്ന് അറിവുള്ള ആളുകൾ, അതിനെ കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രപഞ്ചത്തെ കണ്ടിട്ടില്ലേ? വിദ്യാർത്ഥിയോട് പറയാണ്, അതിനെ കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രപഞ്ചത്തെ കണ്ടിട്ടില്ലേ? അപ്പൊ കണ്ട ആളുകൾ എന്ന് അദ്ദേഹം പറയുന്നതിനും കണ്ടവനായിട്ടുള്ള ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഈ രീതി കണ്ടിട്ടില്ല. ഞാൻ കാണുന്നത്, നമ്മെ പോലുള്ള സാധാരണ കാണുന്നത് ഈ കൺവെട്ടത്ത് വരുന്നതായ പ്രപഞ്ചത്തെയാണ്. കണ്ണിന് കുറച്ച് കാര്യങ്ങളെ കാണാൻ പറ്റും. കുറച്ച് മനുഷ്യര്, കുറച്ച് മൃഗങ്ങളെ, കുറച്ച് വൃക്ഷങ്ങള്, കുറച്ച് ചെടികള്, രാത്രി ആയി കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ ഒക്കെ കാണാം. ഇത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ വളരെ നേരിയൊരു ഭാഗം ഇത് പ്രപഞ്ചത്തെ സമ്പൂർണമാക്കി കാണിച്ചു തരികയാണ്. അങ്ങനെ പൂർണ്ണമായും പ്രപഞ്ചത്തെ കണ്ടിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയും. നമ്മൾ ആരങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രപഞ്ചത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരുന്നത്. എന്തിന്? ആ പ്രകാശത്തിൽ നാം കാണണം. അതാണ് ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. കണ്ട ആളുകള് ഇങ്ങനെ പ്രാഹു പറഞ്ഞിട്ടുണ്ട്. വേര് മുകളിലേക്കും തായ്തടിയും ശിഖരങ്ങളുമെല്ലാം താഴേക്കും ആയിട്ട് വ്യാപിച്ചു നിൽക്കുന്ന അശുദ്ധ വൃക്ഷമാണ് ഈ പ്രപഞ്ചം എന്ന് അതിനെ കണ്ട ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്.